കടൽ കടന്ന് വരുന്ന അനുഭവങ്ങളും നമ്മൾ കേൾക്കണമല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരീ സഹോദരന്മാരൊക്കെയാണല്ലേ ദൂര സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവരും കണ്ണനെ ഓർത്തുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണനെ പ്രാർത്ഥിക്കില്ലേ? അപ്പോൾ ഈ അനുഭവം പറഞ്ഞു തരുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ശ്രീത എന്നാണ് അയച്ചു തന്നതെന്നാണ് തോന്നുന്നത്. പേര് ക്ലിയർ അല്ല. ഞാൻ റിയാദിലാണ്. ഇവിടെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. എനിക്കൊരു അനുഭവം ഉണ്ടായി. എല്ലാ ദിവസവും ഞാൻ ത്രിമധുരത്തിലെ ഓരോരുത്തരുടെ അനുഭവ കഥകൾ കേൾക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, കണ്ണാ എന്തേ എനിക്ക് ഒരു അനുഭവം തരാത്തതെന്ന്. ആ കള്ളക്കണ്ണൻ അത് കേട്ടു. 2-3 ദിവസമായി എനിക്ക് വയറിന് നല്ല ഡിസ്കംഫർട്ട് തോന്നിയിരുന്നേ. വോമിറ്റിങ്ങും എല്ലാം കൊണ്ടും വോമിറ്റിംഗ് സെൻസേഷൻ എല്ലാം കൊണ്ടും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഗ്യാസ്ട്രൈറ്റിസ് ആകുമെന്ന് തോന്നിയിട്ടോ. അതിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും മാറിയില്ല. കടുക് വറുത്ത് പൊടിച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചു. എന്നിട്ടും മാറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേദനയും തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഉണ്ണിക്കണ്ണ, എൻ്റെ ഈ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്തരണേ. ഞാൻ ത്രിമധുരത്തിൽ പറയാം, എന്താ അത്ഭുതമായിട്ട് എന്നെ ഒന്ന് മാറ്റി തരുമോ എന്ന്. അപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല. ആ കണ്ണനുണ്ണി എന്നെ സുഖപ്പെടുത്തി തന്നു കേട്ടോ. അത് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. കുറച്ച് നീണ്ടുപോയോ സാർ, ഇത് എത്രയും പെട്ടെന്ന് ത്രിമധുരത്ത് പറയണേ എന്ന് ശ്രീത. ഞാനിത് എത്രയും പെട്ടെന്ന് തന്നെ പറയുകയാണ്. കുറച്ച് ദിവസം വൈകിട്ടുണ്ടാവും എന്തായാലും. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വരുന്നല്ലേ. അതാണ്, നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ, നമ്മുടെ കൂടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ആരെയാ പ്രാർത്ഥിക്കുക? കണ്ണനെ പ്രാർത്ഥിക്കുക. കണ്ണന് നമ്മളെ കൈപിടിക്കും. അങ്ങനെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നിറഞ്ഞ പ്രശ്നങ്ങളോടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവത്ഗീത വായിക്കും, നാരായണീയം വായിക്കും. ഭഗവത്ഗീത വായിച്ചാൽ തന്നെ നമുക്കറിയാമല്ലേ അർജുനന് എങ്ങനെയാണ് ശക്തി കൊടുത്തത് എന്നൊക്കെ ഭഗവാൻ. ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശ്രീതയുടെ ഈ അനുഭവം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്, എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യം അറിയാം. ഗ്രൂപ്പിൽ വരിക, ജോയിൻ ബട്ടണിലൂടെ വരിക. പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ആ ഡീറ്റെയിൽസ് ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹരേ കൃഷ്ണ.